എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഡോക്ടർ ആയിഷയുടെ ആ ഒരു ഇഷ്യൂ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ആ ഒരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് താനുണ്ടെങ്കിൽ ആയിഷയെ എടുത്തും അലിയെ എടുത്തും അതുപോലെ തന്നെ അലി ഇപ്പം രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ആ ഒരു പുതിയ ഭാര്യയെടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതിൽ ഇവരെ മൂന്ന് പേരും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാൻ പോവുകയാണ്. അതിൽ എൻ്റെ അഭിപ്രായങ്ങളും പറയുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഈ ഒരു അലിയും അതുപോലെ തന്നെ അലിയുടെ ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ച ഒരു വൈഫും കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ആയിഷ പറയുന്നത് ശരിയല്ല, എല്ലാം കള്ളം പറയുവാണ്, എല്ലാ കാര്യങ്ങളിലല്ല എന്നാൽ പോലും കുറേയധികം കാര്യങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടോപ്പിക്ക് നമ്മളിതിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ എൻ്റെ അഭിപ്രായവും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്താണ്, ഇതിൽ രണ്ടുപേരിൽ ആരെ പറയുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം. അതുപോലെ ഒരുപക്ഷേ ഈ ഒരു ആയിഷയുടെയും ഈ ഒരു അലിയുടെയും ടോപ്പിക്ക് എന്താണെന്ന് കുറേ അധികം പേർക്ക് അറിയാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ ആദ്യം തൊട്ട് അതിനെക്കുറിച്ചും, ആദ്യം തൊട്ടെന്ന് പറഞ്ഞാൽ ആയിഷയുടെ എന്താണ് സംഭവം, ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അതൊന്ന് പെട്ടെന്ന് സംസാരിക്കുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം ഒരു 13 ദിവസമായിട്ടുണ്ടായിരിക്കും ഡോക്ടർ ആയിഷ എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് സമരം ചെയ്യുവാണ്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ അലി ഉണ്ടെങ്കിൽ വേറെ ഒരാളെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അതും ഇവരിപ്പം ഡിവോഴ്സോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല നിയമപരമായിട്ട്, എന്നിട്ട് പോലും വേറൊരാളെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട് തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുള്ള സ്വർണവും അതുപോലെ തന്നെ പണവും തിരിച്ചു വേണമെന്നുള്ളതും, അത് ഈ ഒരു വീട്ടുകാരൊക്കെയാണ് ഈ ഒരു അലിയെ വേറൊരു കല്യാണം കഴിക്കാൻ നിർബന്ധിപ്പിച്ചതെന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ആയിഷ മീഡിയാസിനെയൊക്കെ വിളിക്കുന്നത്. മീഡിയാസ് വന്നത് ഈ ഒരു കാര്യം കവർ ചെയ്തതിന് ശേഷമാണ് ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നത് പോലും. അപ്പോൾ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഏകദേശം ഞങ്ങളുണ്ടെങ്കിൽ 2013 കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു അലിയുമായിട്ട് മംഗലാപുരത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഉള്ള സമയത്ത് പോലും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ടെല്ലാം ഉപദ്രവം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഉപദ്രവമായ സമയത്ത് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു. പിന്നെ ഇവർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടിയുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണുള്ളത്. പെൺകുട്ടി ആയിഷയുടെ കൂടാണ് നിൽക്കുന്നത്. ആയിഷ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു അതിനുശേഷം ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത്, ഇവർ പിരിഞ്ഞ സമയത്ത് തന്നെ ഈ ഒരു അലി ഉണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല, താനാണ് നോക്കിയിരുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അലി ഇപ്പം വേറൊരു കല്യാണം കഴിച്ചുവെന്ന് താൻ അറിഞ്ഞത്. താനുണ്ടെങ്കിൽ ഇപ്പം മെയിനായിട്ട് അവകാശപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 100 പവൻ സ്വർണവും അതുപോലെ തന്നെ അന്ന് കല്യാണത്തിന് എൻ്റെ വീട്ടുകാരൊക്കെ തന്നിട്ടുള്ള ഒരു 15 ലക്ഷം രൂപയൊക്കെയാണ് എനിക്ക് തിരിച്ച് വേണ്ടത് എന്നാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തം ഈ ഒരു അലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചിലവാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇപ്പോൾ അലി ഉണ്ടെങ്കിൽ ഡോക്ടർ പഠിച്ചിട്ട് എന്തോ അടുത്ത PG എന്തോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ആയിഷയുടെ വീട്ടുകാർ തന്ന ആ ഒരു സ്വർണവും കാര്യങ്ങളും പണവും വെച്ചിട്ടാണ് പഠിച്ചതെന്നുള്ള രീതിയിലൊക്കെയാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീട്ടുകാർ മൊത്തം ഇപ്പം ഈ ഫുള്ളായിട്ട് ഈ ഒരു അലിയുടെ കൂടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിയമപരമായിട്ട് ഈ ഒരു ഡിവോഴ്സ് ചെയ്യണം. അതിനുശേഷം എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ, എൻ്റെ വീട്ടുകാർ തന്നതെല്ലാം എനിക്ക് തിരിച്ചു തരണം എന്നുള്ളത് കൂടി ആയിഷ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ വന്നതിന് പിന്നാലെ ഉണ്ടെങ്കിൽ കുറേയധികം പേര് ഈ ഒരാഴ്ചയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കുറേയധികം സ്ത്രീകളുണ്ട്, അവരെ എല്ലാം ഈ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചും മറ്റുള്ള സ്ത്രീകളുടെയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാനൊന്നും ആളുമില്ല. ഇത് കണക്ക് ആയിഷയെ പോലുള്ള ധൈര്യമായിട്ട് പഠിച്ച ആൾക്കാർ വേണം മുമ്പോട്ട് വന്ന് ചോദിക്കാൻ, അപ്പോഴേ ആൾക്കാർക്ക് പേടിയാവൂ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് ആയിഷയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും മെയിനായിട്ട് ഇനി അലിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ അഭിപ്രായമൊക്കെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബർ ഇട്ട ഒരു വീഡിയോ കൂടിയാണ്. ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, ഇതാണ് അലി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്, അലിയുടെ ഒരു നാട്ടുകാരൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അലിയുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച ഒരു വൈഫിൻ്റെ അടുത്ത് വരെ കൂടെ സംസാരിച്ചു എന്നുള്ളതും, അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഈ ഒരു അലി പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും ഈ ഒരു ആയിഷയും തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് ഈ ഒരു കല്യാണത്തിന് തീരെ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആ ഒരു കല്യാണത്തിന് മെയിനായിട്ട് ആയിഷയുടെ കുടുംബം മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആയിഷയുടെ കുടുംബം
അവരുടെ കൂടെയാണ് ഈ ഒരു കല്യാണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടുകാർക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ആയിഷ ഉണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ എൻ്റെ ഉമ്മയുടെയൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ പോയി ഇതേണൊക്കെ സമരം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് യാതൊരു ബന്ധം ഇതുവരെ ഞാനുമായിട്ടില്ല. അപ്പോഴത്തേനും അങ്ങനെ പോയി ചെയ്യേണ്ട കാര്യമൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു അലി പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു അലി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് കിട്ടിയ തൻ്റെ വീട്ടിൽ നിന്ന് 100 പവനോളം സ്വർണം തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വർണം വെച്ചിട്ടാണ് ഈ അലി ഉണ്ടെങ്കിൽ PGയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ ഒരു അലി പറയുന്ന ഒരു കാര്യം, ഞാൻ ഡോക്ടർ ആയിരുന്നല്ലോ, ഞാനുണ്ടെങ്കിൽ ഈ ഒരു ഡോക്ടർ കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടി ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ അതിൻ്റെ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആയിഷയുടെ സ്വർണ്ണമോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ അത് വെച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു അലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ അലി പറയുന്നത് ഞാനുണ്ടെങ്കിൽ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അത് അങ്ങനെ പറയുകയാണെങ്കിൽ ആയിഷ പറഞ്ഞത് കള്ളമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആയിഷ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കുന്ന ഇത് കണക്ക് സ്വർണം അലിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അലി ഉണ്ടെങ്കിൽ അതില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിത് ആര് പറയുന്ന സത്യം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കോടതിയിൽ കേസ് നടക്കുകയാണ്. എന്തായാലും അലി പറഞ്ഞ കാര്യങ്ങളോട് ഫുള്ളായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ള രീതിയിലും പഠനത്തിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ ആ ഒരു പൈസ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് പറയാനും പറ്റില്ല. എന്തായാലും അങ്ങനെയാണ് ഈ ഒരു അലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ അലി പറയുന്നത് ഈ ഒരു ആയിഷയാണ് തന്നെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഞാനുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ അവകാശം, എനിക്ക് കുട്ടിയെ തരുന്നെങ്കിൽ ഞാൻ കുട്ടിയെ നോക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടിയുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ലെന്ന്. ഞാൻ കുട്ടിയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഈ ഒരു ആയിഷ കോടതിയിൽ ചോദിച്ചത് 1.5 കോടിയോളം അടുപ്പിച്ച് എന്തോ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ്റെനൻസ് ആ ഒരു കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട്. അതെനിക്ക് കൊടുക്കാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ ആ ഒരു ആയിഷയുടെ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ ഒരു ആയിഷയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചിലവിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ പൈസ തന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ ആയിഷയുടെ പേരിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മോളുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്ത് അതിലേക്ക് ഞാൻ പൈസ ഇടാൻ റെഡിയാണ്. ആയിഷയുടെ അക്കൗണ്ടിൽ ഇടാൻ തനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ താൻ വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിടുന്ന പൈസ ഈ ഒരു കുട്ടിക്ക് കിട്ടും എന്നുള്ളതിൽ ഉറപ്പില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആയിഷയെ പറ്റിയുണ്ടെങ്കിൽ അലി പറഞ്ഞിട്ടുണ്ടായിരുന്നതും. ഇതിനൊക്കെ ശേഷമുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത് കല്യാണം കഴിച്ച വൈഫിൻ്റെ അടുത്ത് ആ ഒരു യൂട്യൂബർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. യൂട്യൂബറിൻ്റെ അടുത്ത് ആ ഒരു വൈഫ് സംസാരിക്കുമ്പോൾ യൂട്യൂബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് അറിയാമായിരുന്നു ഇവർ നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം, പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പറ്റി ഉള്ള കാര്യങ്ങളും ഒക്കെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേനും ആ ഒരു വൈഫ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുത്ത് എല്ലാം അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അലി പറഞ്ഞ കണക്ക് അലി ഉണ്ടെങ്കിൽ ഈ ഒരു സ്വർണവും കാര്യങ്ങളും ഒന്നും ആയിഷയുടെ എടുത്തിട്ടില്ല. ഈ അലി സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആയിഷ ആ ഒരു കാര്യം പറയുന്നത് കള്ളമാണ്. അതുപോലെ തന്നെ ഇതേ കണക്ക് പൈസ കൊടുക്കാതെ ഈ ഒരു കുട്ടിയുടെ ചിലവിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ആയിഷയ്ക്ക് ഇട്ട് കൊടുത്താൽ കുട്ടിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. അത് അലിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, അതിലെനിക്കും ഡൗട്ടുണ്ട് എന്നുള്ളതും. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അലി പറഞ്ഞതാണ് കൂടുതൽ സത്യം എന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത് കല്യാണം കഴിച്ച വൈഫും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഈ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഈ യൂട്യൂബർ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് അലിയെ ന്യായീകരിച്ച് സംസാരിക്കാനും അലിയുടെ ഭാഗത്ത് കുറച്ചും കൂടി സത്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എനിക്ക് അലിയുടെ ഭാഗത്ത് ഫുള്ളായിട്ട് സത്യമുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇവർ തമ്മിൽ പിരിഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ അലി തുറന്ന് പറയാൻ റെഡി ആയിട്ടില്ല. പക്ഷേ അതേ സമയത്ത് ആയിഷ ഇതേ കണക്ക് തനിക്കുണ്ടെങ്കിൽ കുറേയധികം ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതി പറയുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു യൂട്യൂബേഴ്സൊക്കെ അലിയെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ എതിർക്കുന്ന രീതിയിൽ അലി പറഞ്ഞതായിട്ട് എവിടെയും കേൾക്കാനുമില്ല. പിന്നെ ഈ ഒരു മോളുടെ പേരിൽ പൈസ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ആയിഷയ്ക്ക് ഇട്ട് കൊടുക്കുന്നതിൽ ഡൗട്ടുണ്ട്, ആയിഷ അത് എടുത്താലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആയിഷ ഉണ്ടെങ്കിൽ വേറെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല. ആയിഷ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പൈസ എന്തായാലും കുട്ടിയുടെ ചിലവിന് വേണ്ടിയേ എടുക്കത്തുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു രണ്ടാമത് കല്യാണം കഴിച്ച ഒരു വൈഫ് ഈ ഒരു അലിയെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. അതിൽ മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭർത്താവിനെ ആയിരിക്കുമല്ലോ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു അലി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു, വൈഫിൻ്റെ അടുത്ത് ഈ രണ്ടാമത് വൈഫിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അവരുടെ സമ്മതം
എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലായി കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവർ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടില്ലെന്ന് ഈ ഒരു വൈഫിന് അറിയാമല്ലോ. ഇപ്പം കല്യാണം കഴിച്ച വൈഫെന്ന് വിളിക്കാൻ പറ്റില്ല, എന്തായാലും ആ സ്ത്രീക്ക് അറിയാം. അവർക്കുണ്ടെങ്കിൽ ഇപ്പോഴേ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞുകൂടായിരുന്നു. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള കേസും കാര്യങ്ങളുമായിട്ട് പോകുമ്പോഴത്തേന് ആയിഷയ്ക്ക് തന്നെയാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. കാരണം ഇത് കണക്ക് കല്യാണമൊക്കെ ഇപ്പോൾ രണ്ടാമത് പിന്നെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഈ ഒരു ആയിഷ ഉണ്ടെങ്കിൽ അറിയാതെയൊക്കെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്, നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ല. അതും ഈ ഒരു കുട്ടിയുടെ കാര്യം തനിക്ക് വേണ്ടത്, താനുണ്ടെങ്കിൽ ഇവർ ജീവിക്കേണ്ട എന്നൊന്നും അല്ല പറയുന്നതെന്നാണ് ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ ജീവിച്ചോ, പക്ഷേ എനിക്ക് കിട്ടാനുള്ള എൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള അതിൻ്റെ പൈസയും കാര്യങ്ങളും കിട്ടണമെന്ന് മാത്രമേ ആയിഷ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു അലി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ റെഡിയല്ല എന്നുള്ള രീതിയിലാണ്. താൻ ആ ഒരു സ്വർണ്ണമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? കുട്ടിയുടെ കാര്യം വേണമെങ്കിൽ താൻ നോക്കാനുണ്ടെങ്കിൽ നോക്കാവുന്നത്, എനിക്ക് കുഴപ്പമില്ല, കുട്ടിയുണ്ടെങ്കിൽ തൻ്റെ കൂടെ നിർത്തുന്നതിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുള്ളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ പോലും ഇതിൽ നമുക്ക് ആരെയും ഭാഗത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അലി തെറ്റാണെന്ന് പറയാനോ അല്ലെങ്കിൽ ആയിഷ കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയാനോ ശരിയാണെന്ന് പറയാനോ നമുക്ക് പറ്റില്ല. ഇത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ വിടാനേ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും അലിയെ ഫുള്ളായിട്ട് ന്യായീകരിക്കാൻ ചിലവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അലി ഫുള്ളായിട്ട് വലിയ നന്മ ആണെന്നുള്ളത് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണം പെട്ടെന്ന് കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് ഡിവോഴ്സ് പോലും ആയിട്ടില്ല. പിന്നെ ആയിഷ പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ ആയിഷ പറഞ്ഞതിൽ നമുക്ക് അങ്ങനെ കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഇപ്പം മറ്റുള്ള കാര്യങ്ങൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു അലി പറയുന്നില്ല എന്തുകൊണ്ട് പിരിഞ്ഞു, ഈ ഒരു ആയിഷ തന്നെ കളഞ്ഞിട്ട് പോയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തിന് കളഞ്ഞിട്ട് പോയെന്നൊന്നും ഈ ഒരു അലി പറയുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇത് കേസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ യൂട്യൂബർ സംസാരിച്ചപ്പോൾ ഇതൊക്കെയാണ് അലിയും ആ ഒരു രണ്ടാമത് ഇപ്പം കല്യാണം കഴിച്ച ഒരു വൈഫും പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പം അലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല. എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം, അലിക്കിപ്പം ഈ ഒരു ആയിഷയുടെ കൂടെ ജീവിക്കാനൊന്നും താല്പര്യമില്ല, പുതിയൊരു ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അലിക്കുണ്ടെങ്കിൽ ഈ ഒരു പൈസ കൊടുക്കാവുന്ന കാര്യമുള്ളൂ, പൈസ കൊടുക്കുക, കുട്ടിക്ക് തന്നെ ചിലവാകുന്നത്, അത് കൊടുത്തിട്ട് ഈ സുഖമായിട്ട് വേറൊരു ജീവിതം ജീവിക്കാനുള്ളതിന് പകരം ഇത് ഈ രീതിയിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ആയിഷയുടെ കാര്യമാണെങ്കിലും ആയിഷ ഈ വീട്ടുകാർ, അതായത് അലിയുടെ വീടിൻ്റെ മുമ്പിൽ പോയി ഇന്ന് സമരം ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല. ഇതാണ് അലിയുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്നിട്ട് ചെയ്യുന്നതിനോട് അത്ര യോജിപ്പില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ പറയുന്ന അഭിപ്രായത്തിനോട് വിയോജിപ്പുള്ള കുറേയധികം ആൾക്കാർക്കുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നില്ല, അതല്ല നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ, നിങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ബെൽ ബട്ടണും കൂടെ അമക്കുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.